വെക്കാനായിട്ട് കേരളത്തിൽ ഒരു മനുഷ്യനെ കാണിച്ചു തരാൻ പറ്റും. കാശിന് കാശ്, പ്രസിദ്ധിക്ക് പ്രസിദ്ധി. അദ്ദേഹർക്ക് ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നും തന്നെ ഇല്ല. പൈസക്ക് പൈസ ഉണ്ട്. അദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു ആവശ്യം, ഇങ്ങനെ പുറത്തിറങ്ങേണ്ട ആവശ്യം ഉണ്ടാകും ഒക്കെ പറയുന്നതല്ല കേട്ടോ. നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ ചിരിക്കാറുണ്ട്, ചിന്തിപ്പിക്കാറുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിക്കും, കേരളത്തിന്റെ ഒരു അങ്ങേയറ്റത്തിൽ നിന്ന് ഇങ്ങേയറ്റം വരെ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്താ ആവശ്യമുണ്ട്? അദ്ദേഹത്തിന് കൊടുക്കുന്ന പണം അദ്ദേഹം 1 കോടി രൂപയുടെ അടുത്ത് കൊടുത്തു പറഞ്ഞു. ആ 1 കോടി രൂപ അദ്ദേഹം അതിലേക്ക് ഇട്ടപ്പോൾ, അല്ലെങ്കിൽ 1.5 കോടി ആയിക്കോട്ടെ, അദ്ദേഹം കാശിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കും, അദ്ദേഹത്തിന് കിട്ടാനുള്ള പ്രസിദ്ധിയും കിട്ടും, ആൾക്കാരുടെ മുന്നിൽ ഇതും കിട്ടും. പക്ഷേ അതിലേക്ക് തുനിഞ്ഞിറങ്ങി ഇത്രയും ദിവസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്? ആ കോടിക്കണക്കിന് ആസ്തിയുള്ള, പൈസയെ കൊണ്ട് മൂടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആസ്തിയുള്ളവരും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ല. ഇതൊക്കെ ഒരു മാതൃക തന്നെയാണ്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞ മാതൃകയാണ്. അദ്ദേഹം പല വാക്കുകളും പറയും. നാളെ ചിലപ്പോൾ ഇനി വന്നിട്ട് നമുക്കറിയാം, നാളെ വന്നിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഈ ഒരു കേസ് അദ്ദേഹം ഇന്ന് ചെയ്ത് ഈ ജനങ്ങളുടെ മുന്നിൽ ഇന്ന്